ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജെയിംസ് നോർബറിയുടെ പ്രശസ്തമായ കഥയാണ് ദി ബിഗ് പാണ്ട ആൻഡ് ടൈനി ഡ്രാഗൺ. കുട്ടികൾക്കായുള്ള കഥയുടെ രൂപത്തിലാണെങ്കിലും തത്വചിന്തകൾ ഏറെ നിറഞ്ഞതാണ് ഈ പുസ്തകം. മലയുടെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന പഴയ പ്രതാപം നഷ്ടപ്പെട്ട ഒരമ്പലത്തിലായിരുന്നു ബിഗ് പാണ്ടയും ടൈനി ഡ്രാഗണും താമസിച്ചിരുന്നത്. എങ്കിലും അവർക്കത് മനോഹരമായ ഒരു വീടായിരുന്നു. ദിവസം മുഴുവൻ അവർ മലഞ്ചെരുവുകളിലൂടെ നടക്കുകയും ഇടതൂർന്ന കാടുകളിൽ പുതിയ ജീവികളെ തിരയുകയും ചെയ്യുമായിരുന്നു. മനസ്സാകുന്ന തോട്ടത്തിൽ കളകൾ നിറയുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലെ കളകൾ പറിച്ചു മാറ്റുവാനും നിശ്ചലതയിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാനും വേണ്ടി അവർ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. പുഴയ്ക്കപ്പുറത്തേക്ക് ഒരു യാത്രയ്ക്കായി അവർ ഒരുങ്ങിയപ്പോൾ ബിഗ് പാണ്ട ടൈനി ഡ്രാഗണിനോട് ഒരു സുപ്രധാനമായ ചോദ്യം ചോദിച്ചു. യാത്രയാണോ അതോ ലക്ഷ്യമാണോ കൂടുതൽ പ്രധാനം? ഈ ചോദ്യത്തിന് ടൈനി ഡ്രാഗൺ നൽകിയ മറുപടി ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യവും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. യാത്രയുമല്ല, ലക്ഷ്യവുമല്ല, മറിച്ച് കൂട്ടാണ് ഏറ്റവും പ്രധാനം. അതായിരുന്നു ഡ്രാഗണിന്റെ മറുപടി. ജീവിതം ഒരു യാത്രയാണ്. നാം എവിടെ എത്തുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ഈ യാത്രയെ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട നല്ല കൂട്ട്. ടൈനി ഡ്രാഗന്റെ മറുപടിയിൽ സന്തുഷ്ടനായ ബിഗ് പാണ്ട തന്റെ കൂട്ട് ഒരിക്കലും കൈവിടിയാതെ ഒരുമിച്ചുള്ള യാത്ര തുടർന്നു. ജീവിതം ഒരു യാത്രയാണ്. നാം എവിടെ എത്തുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് ജീവിതത്തിലുണ്ടാകേണ്ട കൂട്ട്. ക്രിസ്തു 72 അറിയിപ്പുകാരെ ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗസൗഖ്യം നൽകുവാനുമൊക്കെയായിട്ട് പറഞ്ഞയക്കുമ്പോൾ ഈ 2 പേരെ വീതമാണ് പറഞ്ഞയക്കുന്നത്. എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകേണ്ട കൂട്ടിന്റെ പ്രാധാന്യം സുവിശേഷീകരണത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരസ്പര സഹായത്തിനും വിശ്വാസതയ്ക്കും പരിശീലനത്തിനുമൊക്കെ ഈ കൂട്ട് അവരെ സഹായിച്ചിട്ടുണ്ടാകും. ജീവിത വഴികൾ എല്ലായ്പ്പോഴും നേരായതോ എളുപ്പമുള്ളതോ അല്ല. ചിലപ്പോൾ കയറ്റമുണ്ട്, ചിലപ്പോൾ ഇറക്കമുണ്ട്. ചില വഴികൾ വേദനയാൽ നിറഞ്ഞതായിരിക്കും, മറ്റു ചില വഴികൾ സന്തോഷത്തിളങ്ങുന്നതുമാണ്. എന്നാൽ ഈ വഴികളിലൂടെ എല്ലാം നടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു നല്ല കൂട്ടുണ്ടെങ്കിൽ ആ യാത്ര എത്രയോ ലളിതവും അർത്ഥവത്തുമായിരിക്കും. കൂട്ട് ഒരാളുടെ തളർച്ചയിൽ വലിയ കരുത്താണ്. ഭയത്തിന്റെ രാത്രിയിൽ അത് വഴികാട്ടുന്ന ഒരു വിളക്കാണ്. സന്തോഷത്തിന്റെ നിമിഷത്തിൽ പങ്കുവയ്ക്കുവാനുള്ള പങ്കാളിത്തമാണ്. നമ്മുടെ നന്മകളെ പിന്തുണയ്ക്കുകയും തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്നേഹത്തോടെ തിരുത്തുകയും ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നല്ല കൂട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിത്യമായ ലക്ഷ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്ന, തെറ്റുകൾ തിരുത്തി തരുന്ന, നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ട് എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശു എൻ്റെ കൂടെ മതി.